വെളിച്ചെണ്ണയ്ക്ക് വില ഉയർന്നതിന് പെട്രോളിയം കമ്പനിക്ക് വല്ല കുഴപ്പമുണ്ടോ? അതിന്റെ പങ്കുണ്ടോ? ഏതാ ചാനൽ ഏതാ? ആഹാ, യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ പെട്രോളിയം മറ്റ് പ്രോഡക്ട്സിന്റെ ഒക്കെ ഒരു വില ഹൈക്കുണ്ടല്ലോ, അതിൽ നിത്യോപയോഗ സാധനങ്ങളിലൊക്കെ വില കുതിച്ചുയർന്നു നിൽക്കുകയാണ്. താങ്ങാനൊക്കാത്ത അവസ്ഥയുണ്ട്. അതിന് ഈ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സംബന്ധിച്ച് വെളിച്ചെണ്ണയ്ക്ക് വില ഉയർന്നതിന് പെട്രോളിയം കമ്പനിക്ക് വല്ല കുഴപ്പമുണ്ടോ? അതിന്റെ പങ്കുണ്ടോ? വെളിച്ചെണ്ണ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. പച്ചക്കറി നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുമായിരിക്കും. വെളിച്ചെണ്ണയുടെ വില ക്രമാതീതമായി അല്ലെങ്കിൽ വിചാരിക്കാൻ പറ്റുന്നതിനപ്പുറം ഉയർന്നതിൽ യുദ്ധത്തിന് പെട്രോളിയം മിനിസ്ട്രിക്കോ പങ്കുണ്ടോ? ചായയുടെ വില 10 രൂപ 12 രൂപ. അതെ, എല്ലാം പെട്രോളിയം ആണല്ലേ? പാചകവാതകത്തിന്റെ ഘടകമുണ്ടല്ലോ. സർ, ലോകത്ത് പാചകവാതകം വീടുകളിലെത്തുന്നതിന് ഇത്രയും വില കുറച്ച് ലോകത്ത് ഒരു രാജ്യവും വിൽക്കുന്നില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ. യുദ്ധത്തിന് മുമ്പ് എത്രയാണെന്നറിയാമോ ഒരു വീടിന്റെ കൺസംഷൻ റേറ്റ്? 4 പേരുള്ള ഒരു കുടുംബത്തിന് ഒരു ദിവസം 9 രൂപയുടെ ഗ്യാസാണ് കത്തിക്കുന്നത്. വേറെ ഏത് ഉൽപ്പന്നമാണ് സാർ നിങ്ങൾക്ക് കിട്ടുന്നത്? ക്യാബേജ് കിട്ടുമോ? ക്യാരറ്റ് കിട്ടുമോ? മത്തങ്ങ കിട്ടുമോ? എന്താണ് സാർ ഈ പറയുന്നത്? സബ്സിഡി നിർത്തിയപ്പോഴാ മിനിസ്റ്റർ അത് കുറയാൻ കാരണം, ഈ വില ഇങ്ങനെ കയറിയ കാരണം. സബ്സിഡി ഒരു പ്രത്യേക വിഭാഗത്തിനുള്ളത് നിർത്തിയിട്ടൊന്നുമില്ല. അവരുടെ KYC അതിനൊരു സ്റ്റിപ്പുലേറ്റഡ് ടൈം ഉണ്ടായിരുന്നു. അതിനുള്ളിൽ അത് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ അപ്രഖ്യാപിതമായി അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പ്രഖ്യാപിക്കാനൊക്കത്തില്ല. കാരണം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും അതനുസരിച്ചതാണ്. ചില പ്രദേശങ്ങളിൽ അനുസരിച്ചില്ല. അതിനുവേണ്ടി ഒരു റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. അറിയത്തില്ല. നിങ്ങൾക്കറിയോ ഇത് യുദ്ധം ചെയ്യുന്നവരുടെ മനസ്സിൽ എന്തായിരിക്കുന്നു? നാളെ എവിടെങ്കിലും ബോംബ് പൊട്ടിക്കുമോ എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സർ, നമ്മുടെ സ്ട്രാറ്റജിക് റിസർവിൽ എന്ത് വിലയ്ക്ക് വാങ്ങിച്ച ക്രൂഡ് ഓയിൽ ഉണ്ടോ അതിന് ആനുപാതികമായിട്ടുള്ള വില മാത്രമാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. വില കുറഞ്ഞ ക്രൂഡ് വന്ന് നമ്മുടെ സ്ട്രാറ്റജിക് ഇൻസ്റ്റലേഷൻസ് അതിനുള്ളിലുള്ള ക്രൂഡ് ഓയിലിൽ നിന്ന് പ്രോസസ് ചെയ്യുന്നത് എന്ത് വിലയ്ക്ക് വാങ്ങിച്ചോ അതിന് ആനുപാതികമായിട്ട് മാത്രമാണ് വില നിശ്ചയിക്കുന്നത്. അപ്പം നാളെ ബോംബിടിയിൽ നിർത്തി ഇനി എന്നേക്കുമായി നിർത്തി എന്ന് പ്രഖ്യാപിച്ചാൽ നാളെ വില കുറയണമെന്നില്ല. അതിന് മുമ്പ് വാങ്ങിയ എന്ത് വിലയ്ക്കാണോ വാങ്ങിയത്, ഓൾറെഡി 43,000 ക്രോസാണ് ഓയിൽ കമ്പനീസിന്റെ നഷ്ടം. നമ്മൾ മെയ് മാസം വരെയും വില കൂട്ടിയിട്ടില്ല. ആദ്യം കൂട്ടിയ 10 രൂപയും സെൻട്രൽ ഗവൺമെന്റിന്റെ എക്സൈസ് ഡ്യൂട്ടിയിൽ നിന്ന് അബ്സോർബ് ചെയ്തു. അത് നിങ്ങളുടെ പേഴ്സിൽ റിഫ്ലക്ട് ചെയ്തില്ല. രണ്ടാമത് കൂട്ടിയ 3 രൂപ 98 പൈസ 99 പൈസ മാത്രമാണ് റിഫ്ലക്ട് ചെയ്തത്. സുരേഷേട്ടൻ മിനിസ്റ്റർ ആവുന്നതിന് മുമ്പും ഈ മുൻകാലങ്ങളിലൊക്കെ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞിരുന്ന സമയത്തും ഈ ഹൈക്ക് തന്നെയായിരുന്നു. അത് കുറയുന്ന സമയത്ത് ഒരിക്കലും കുറഞ്ഞു. സർ, ഇതെല്ലാം ഓയിൽ കമ്പനീസിന് വേണ്ടി നമ്മൾ ആ അവകാശം വിട്ടുകൊടുത്തതാണ്. വലിയ പ്രശ്നം നിയന്ത്രണം പോയി. നിയന്ത്രണം ആര് പോക്കിച്ചു? അതോട് അന്വേഷിക്കും. ഏതാ ചാനൽ ഏതാ? കൈരളിയാ. ആഹാ.